ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഒരു ചൈന ഗ്രാസോ ജലാറ്റിനോ അഗർ അഗറോ കോൺഫ്ലോറോ കസ്റ്റാർഡ് പൗഡറോ ഒന്നും തന്നെ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ചേരുവകളായ ബിസ്ക്കറ്റും പാലും അതുപോലെ തന്നെ റവയും വെച്ചിട്ടാണ് നമ്മൾ ഈ കഴിച്ചാലും മതി വരാത്ത ഈ ഒരു പുഡിങ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ എളുപ്പമാണ്, ഒരു 10 മിനിറ്റ് മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പുഡിങ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 3 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ലോങ് ലൈഫ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഏത് മിൽക്ക്, അതായത് ഫ്രഷ് മിൽക്ക് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. തേങ്ങാപ്പാൽ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ 3 കപ്പ് അളവിൽ നമുക്ക് പശുവിൻ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അങ്ങനെ ടോട്ടൽ 750 ml പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മധുരം ഈ പുഡിങ്ങിന് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരത്തിലാണ് വേണ്ടതെങ്കിൽ 6 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു മധുരത്തിലാണ് ഈ പുഡിങ് കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റ്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ക്ലാസിക് ബൈറ്റ്സ് എന്ന് പറഞ്ഞ ലുലുവിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആരോ റൂട്ട് എടുക്കാം. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ബിസ്ക്കറ്റാണ് ഇതുപോലെ കൈകൊണ്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുൻപാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. പഞ്ചസാര ചേർത്തതും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ചേർത്തതും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1/4 കപ്പ് നിറയെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 750 ml പാലിലേക്ക് 1/4 കപ്പ് അളവിൽ, അതായത് 4 ടേബിൾ സ്പൂൺ അളവിൽ റവൻ്റെ ആവശ്യമുണ്ട്. അത് വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള റവ കുറച്ച് വലിയ തരികളുള്ള റവയാണ്. അത് നമ്മൾ പൊടിച്ചിട്ട് ചേർക്കണമെന്നില്ല, അതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാകും. അത്രയും ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റൊക്കെ ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആകും നമ്മുടെ പുഡിങ്ങിന്. ഇനി നമുക്ക് വേറെ പ്രോസസ്സൊന്നുമില്ല. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ ആ ടിന്ന് ഒന്ന് റെഡിയാക്കി വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഗ്ലാസ് ബൗളോ സ്റ്റീൽ ബൗളോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും ഇതാ നല്ലതുപോലെ കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ അവസാനം ഒരു പരുവം കാണിച്ചു തരാം. ആ പരുവായാൽ വേണം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ ഇതിലേക്ക് ചേർക്കണമെങ്കിൽ ഈ ടൈമിൽ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ബിസ്ക്കറ്റ് ചേർക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും നമ്മുടെ ഈ പുഡിങ്ങിന്. അപ്പോൾ ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു പരുവായാൽ വേണം നമുക്കിത് മാറ്റി വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കിത് സെറ്റായിട്ട് കിട്ടില്ല. ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരല്പം നെയ്യ് ഇതിൻ്റെ മുകളിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയിട്ട് നമുക്ക് ഇതൊരു മൂടിയോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെച്ചിട്ടുള്ളത്. അതായത് രാത്രിയാണ് ഞാനിത് തയ്യാറാക്കിയത്. എന്നിട്ട് രാവിലെയാണ് ഞാനിത് എടുക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതേസമയം വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്